Here we are going to learn parts of speech. Do you heard about parts of speech, or what do you mean by parts of speech? Parts of speech means types of words or basic words which we are used in a sentence. നമ്മൾ ഒരു സെൻറ്റൻസിൽ യൂസ് ചെയ്യുന്ന ബേസിക് വേർഡ്സിനെയാണ് എന്ത് പറയുന്നത്, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് വേർഡ്സിനെയാണ് എന്ത് പറയുന്നത്, പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. ഇൻ ട്രഡീഷണൽ ഇംഗ്ലീഷ് ഗ്രാമർ ദർ ആർ 8 പാർട്സ് ഓഫ് സ്പീച്ച്. ട്രഡീഷണൽ ഇംഗ്ലീഷ് ഗ്രാമറിൽ 8 പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ടെന്നാണ് പറയുന്നത്. ദേ ആർ നൗൺ, pronoun, verb, adjective, adverb, preposition, conjunction and interjection. They are also called word classes. ഈ നൗൺ ഫോംസ് ഓർ നൗൺ ഓർ പ്രോനൗൺ ഇതിനെല്ലാത്തിനെയും കൂടി നമുക്ക് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയാം, അല്ലെങ്കിൽ അതിനെ എന്ത് പറയാം, വേർഡ് ക്ലാസ്സസ് എന്നും വിളിക്കാമെന്നാണ്. നമുക്ക് ഓരോന്നിനെയും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ പഠിക്കേണ്ടതുണ്ട്. First, nouns. A noun names a person, place, thing or idea. A noun means name of a person. ഒരു വ്യക്തിയുടെ പേരോ, or a place, or thing, or an idea, anything else. There are many subcategories of nouns, including common nouns, proper nouns, collective nouns, and abstract nouns. But noun means name of a person, or name of a place, or a name of a thing, or a name of an idea, or something. എന്തിൻ്റെ നെയിമിനെയും എന്തിൻ്റെ പേരിനെയും നമുക്ക് എന്ത് പറയാം, നൗൺ, അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മളതിന് എന്ത് പറയും, നാമം എന്ന് പറയും. ഇതിന് തന്നെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട് നൗൺസിന് തന്നെ. അപ്പോൾ ഇതിലെന്താണ്, കോമൺ നൗൺസ് എന്ന് പറയാം, പ്രോപ്പർ നൗൺസ്, കളക്റ്റീവ് നൗൺസ്, അബ്സ്ട്രാക്റ്റ് നൗൺസ്, അതുപോലെ തന്നെ കൗണ്ടബിൾ നൗൺസ്, അൺകൗണ്ടബിൾ നൗൺസ്, അങ്ങനെ കുറേ സബ് കാറ്റഗറീസ് നൗൺസിനുണ്ട്. Then common nouns. First we are going to learn common nouns. Nouns or common nouns name basic things that can be seen and touched. നമുക്ക് സാധാരണ നമ്മൾ കാണാൻ കഴിയുന്ന, നമുക്ക് തൊട്ട് അറിയാൻ കഴിയുന്ന എന്തിനേയും നമുക്ക് കോമൺ നൗൺസ് എന്ന് പറയാം. അപ്പോൾ എക്സാമ്പിൾ നമ്മൾ പറയുന്നത് ഡോഗ്, ബനാന, ടേബിൾ, ബുക്ക്, നേഷൻ, പീക്ക്, സിറ്റി, മാൻ, ഓർ അങ്ങനെ. ഇപ്പോൾ പാരറ്റ് ഓർ ബനാന, ബുക്ക്, ടേബിൾ, അതൊക്കെ എന്തിൽ വരുന്നതാണ്, കോമൺ നൗൺസിലാണ്, പൊതുവായിട്ട് വരുന്ന നൗൺസാണ്. ഇപ്പം നമ്മൾ അതേപോലെ തന്നെ ടീച്ചർ എന്ന് പറഞ്ഞാലും ഒരു കോമൺ നൗണാണ്, സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാലും എന്തിനെയാണ്, കോമൺ നൗണാണ്. Then proper nouns. Proper nouns are names of specific people, places and things, and they begin with a capital letter. Proper nouns പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ട് പറയുന്ന ഒരു ആൾക്കാരുടെ പേരിനെയോ, പ്ലേസസോ, തിങ്സ് മീൻസ് ഒരാളുടെ പേര്, ഇപ്പോൾ രാജേഷ്, അല്ലെങ്കിൽ പാലക്കാട്, ചെർപ്പുളശ്ശേരി, അങ്ങനെ ഒരു സ്ഥലത്തിൻ്റെ പേരോ, അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ പ്രത്യേകിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു പേര് എടുത്ത് പറയുകയാണെങ്കിൽ അതിന് മാത്രമായിട്ട് എടുത്ത് പറയുന്ന, ഇപ്പോൾ ഒരു ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ ഒരു കോമൺ ഉണ്ടാവും, അതിൽ തന്നെ അതിൻ്റെ തന്നെ ഫ്രൂട്ടിന്, ഇപ്പോൾ മാംഗോ എന്ന് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാംഗോയിൽ തന്നെ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ എടുത്ത് പറയുമ്പോൾ സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ അത് പ്രോപ്പർ നൗൺ ആവും. ഇപ്പോൾ ദുബായ് എന്ന് പറഞ്ഞാൽ അത് പ്രോപ്പർ നൗണാണ്. ഇപ്പോൾ ജോർജ്, ഇന്ത്യ, എവറസ്റ്റ്, ഡൽഹി, അങ്ങനെയുള്ളതൊക്കെ ഏതിൽ പെടുന്നതാണ്, പ്രോപ്പർ നൗൺസിൽ ഉൾപ്പെടുന്നതാണ്. ദെൻ കളക്റ്റീവ് നൗൺസ്. കളക്റ്റീവ് നൗൺസ് മീൻസ് നെയിം ഓഫ്, അല്ലെങ്കിൽ നെയിം ഓഫ് ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ ഓർ തിങ്സ്. ഏതെങ്കിലും ഒരു കൂട്ടം ആളുകൾക്കോ ഒരു കൂട്ടം തിങ്സിനോ എന്തെങ്കിലും സാധനങ്ങൾക്കോ അതിനൊരു ഗ്രൂപ്പിൻ്റെ ഒരു കൂട്ടമായിട്ട് അതിനെ എടുത്ത് പറയുമ്പോഴാണ് കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ടീം ഓഫ് പ്ലേയേഴ്സ് എന്ന് പറയും നമ്മൾ, അല്ലേ, ഒരു ടീം കളിക്കാരുണ്ട്. എ ഹേർഡ് ഓഫ് കാറ്റിൽ, ഒരു കൂട്ടം കന്നുകാലികൾ. എ ഫ്ലോക്ക് ഓഫ് ഡക്സ്, ഒരു കൂട്ടം താറാവുകൾ. എ ലിറ്റർ ഓഫ് പപ്പീസ്, ഒരു കൂട്ടം നായക്കുട്ടികൾ. എ പാക്ക് ഓഫ് ഡോഗ്സ്, ഒരു കൂട്ടം നായകൾ. എ ട്രൂപ്പ് ഓഫ് കാങ്കരൂസ്, കങ്കാരുവിൻ്റെ ഒരു ട്രൂപ്പ്.
എ ട്രൂപ്പ് ഓഫ് പെർഫോമേഴ്സ്. രണ്ട് ട്രൂപ്പിലും സ്പെല്ലിങ്ങിൽ വ്യത്യാസം വരുന്നുണ്ട്. ട്രൂപ്പ് ഓഫ് പെർഫോമേഴ്സ് എന്തെങ്കിലും ആർട്ടിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നാടകം പെർഫോം ചെയ്യുന്ന ആൾക്കാരാവാം, ഇപ്പം അല്ലെങ്കിൽ പാടുന്ന ആൾക്കാർ, സിംഗേഴ്സിൻ്റെ ഒരു ട്രൂപ്പ് ആവാം. എ ട്രൂപ്പ് ഓഫ് പെർഫോമേഴ്സ്. എ ഫ്ലീറ്റ് ഓഫ് ഷിപ്സ്, ഒരു കൂട്ടം ഷിപ്സ്, കപ്പലിൻ്റെ ഒരു കൂട്ടം. അത് പറയുമ്പോഴും എന്താണ്, അതിനൊക്കെ കൂട്ടമായിട്ട് പറയുമ്പോൾ അതിന് എന്ത് പറയാം? കളക്റ്റീവ് നൗൺ എന്നാണ് പറയുന്നത്. Then abstract nouns. Abstract nouns name things that cannot be seen or touched. നമുക്ക് കാണാൻ കഴിയാത്ത അല്ലെങ്കിൽ ടച്ച് ചെയ്യാൻ കഴിയാത്ത, എന്നാൽ എന്താണ്, we can only feel it. നമുക്കതിനെ ഫീൽ ചെയ്യാൻ മാത്രം കഴിയുന്നതിനെയാണ് എന്ത് പറയുന്നത്? അബ്സ്ട്രാക്ട് നൗൺസ് പറയുന്നത്. ഇപ്പോൾ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമുക്ക് ടച്ച് ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ കാണാൻ കഴിയില്ല, ബട്ട് വി ക്യാൻ ഫീൽ ഇറ്റ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ നമുക്ക് അനുഭവിക്കാനുള്ള ഒരു ഇതുണ്ടാവും, ഫീൽ ചെയ്യാനുള്ള ഒരു ഇതുണ്ടായിരിക്കും. ഹാപ്പിനെസ് അല്ലെങ്കിൽ ട്രൂത്ത്, ലവ്, ഫ്രണ്ട്ഷിപ്പ്, ബ്യൂട്ടി, ആംഗ്രി, സാഡ്, അതെല്ലാം എന്താണ്? ഒരു ഫീലിങ്സ് ആണ്. അതിൻ്റെയൊക്കെ പേരിനെ നമുക്ക് എന്ത് പറയാം? അബ്സ്ട്രാക്റ്റ് നൗൺ എന്നാണ് പറയുന്നത്. വിച്ച് വി കാൺ സീ ഓർ ടച്ച്. അതിനെ നമുക്ക് കാണാനോ അല്ലെങ്കിൽ തൊടാനോ കഴിയില്ല, ബട്ട് വി ക്യാൻ ഫീൽ ഇറ്റ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതിനെ ഫീൽ ചെയ്യാൻ കഴിയും. അപ്പം നമ്മൾ എന്താണ് പഠിച്ചത്? പാർട്സ് ഓഫ് സ്പീച്ചിലെ ഫസ്റ്റ് വൺ ആണ് നൗൺ എന്ന് പറയുന്നത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ലേൺഡ് സബ് കാറ്റഗറീസ് ഓഫ് നൗൺസ്. നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നെയിം ഓഫ് എ പേഴ്സൺ ഓർ എ തിങ് ഓർ എ പ്ലേസ്. ആൻഡ് സബ് കാറ്റഗറീസ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചത് കളക്റ്റീവ് നൗൺ ഉണ്ട്, കോമൺ നൗൺ വരുന്നുണ്ട്, പ്രോപ്പർ നൗൺ വരുന്നുണ്ട്, അബ്സ്ട്രാക്റ്റ് നൗൺ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ലേൺ പ്രോനൗൺസ്. പ്രോനൗൺസ് എന്താ എന്നാണ്. ലുക്ക്, എ പ്രോനൗൺ ഈസ് എ വേർഡ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് എ നൗൺ. ഒരു നൗണിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന വേർഡിനെ നമുക്ക് എന്ത് പറയാം? പ്രോനൗൺ എന്ന് പറയാം. ഒരു നൗണിന്, അതായത് ഒരു പേരിന് പകരം. ഇപ്പോൾ ഒരാളുടെ പേര്, ഇപ്പോൾ സന്ദീപ് എന്ന ഒരാളുടെ പേരിന് പകരം നമ്മൾ സംസാരിക്കുമ്പോൾ ആദ്യം സന്ദീപ് എന്ന് പറയും, വീണ്ടും വീണ്ടും അയാളുടെ പേര് പറയില്ല. പിന്നെ നമ്മൾ അവൻ എന്നാണ് മലയാളത്തിലാണെങ്കിൽ പറയാം. അതിന് ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് പറയും? ഹി. അല്ലെങ്കിൽ ഒരു ലേഡി ആണെങ്കിൽ ആ ലേഡിയുടെ പേര് വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നതിന് പകരം നമ്മൾ ഷീ എന്ന് പറയും. അല്ലെങ്കിൽ ഒരു വസ്തു ആണെങ്കിൽ അതിന് പകരം നമ്മൾ ഇറ്റ് ഉപയോഗിക്കും. അങ്ങനെയുള്ള വേർഡ്സിനെയാണ് എന്ത് പറയുന്നത്? പ്രോനൗൺസ്. ഒരു നൗണിന് പകരമായിട്ട് നമ്മൾ ഒരു സെൻറ്റൻസിൽ യൂസ് ചെയ്യുന്ന വേർഡ് വിച്ച് വി യൂസ്ഡ് ഇൻ എ സെൻറ്റൻസ് ഇൻസ്റ്റെഡ് ഓഫ് എ നൗൺ, അല്ലെ? ഒരു നൗണിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന വേർഡ്സിനെയാണ് പ്രോനൗൺസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വേർബ്. പ്രോനൗൺ കഴിഞ്ഞാൽ വേർബ് നോക്കാം. എ വേർബ് ഇൻഡിക്കേറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് ഡൂയിങ്, ബീയിങ് ഓർ ഹാവിങ്. എന്തെങ്കിലും ചെയ്യുകയോ ആയിരിക്കുകയോ അല്ലെങ്കിൽ ഉണ്ടായിരിക്കുകയോ ചെയ്യുന്ന അവസ്ഥയ്ക്കാണ് വേർബ് എന്ന് പറയുന്നത്. ദർ ആർ 3 മെയിൻ സബ് കാറ്റഗറീസ് ഓഫ് വേർബ്സ്: ഡൂയിങ് വേർബ്സ്, ബീയിങ് വേർബ്സ് ആൻഡ് ഹാവിങ് വേർബ്സ്. നമുക്ക് മെയിനായിട്ട് പഠിക്കേണ്ടത്, അല്ലേ, നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആക്ഷൻ വേർഡ്സിനെയാണ് എന്ത് പറയുക? സിമ്പിളായി മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് പറയാം? ആക്ഷൻ വേർഡ്സിനെയാണ് നമ്മൾ വേർബ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലെന്ത് അറിയാം? വാക്ക്, സ്ലീപ്പ്, റൺ, റൈറ്റ്, ഡാൻസ്, സിങ് എന്നുള്ളതൊക്കെ എന്താണ്? വേർബ്സ് തന്നെയാണ്. എന്നാൽ ഈസ്, ആർ, അല്ലേ? ഷീ ഈസ് എ ടീച്ചർ, അവൾ ഒരു ടീച്ചർ ആകുന്നു. ആ ആകുന്നു എന്ന് പറയുന്ന ഈസ് എന്താണ്? ഒരു വേർബാണ്. ദേ ആർ പ്ലേയിങ്, അവർ കളിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ ആർ എന്ത് വരുന്നതാണ്? അതും ഒരു ഹെൽപ്പിംഗ് വേർബായിട്ടാണ് അവിടെ ആറ് വരുന്നത്. അങ്ങനെ വേർബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൂയിങ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്താവാം? ബീയിങ് വേർബ് ആവാം, ഹാവിങ് ആവാം, ഒരു സ്റ്റേറ്റ് എന്നുള്ളതിൽ ആയിരിക്കാം. ഇപ്പം നോക്കുക, ജോൺ ഹാസ് എ റെഡ് ക്യാപ്പ്. ജോണിന് ഒരു റെഡ് ക്യാപ്പ് ഉണ്ടെന്ന് പറയുമ്പോൾ അവിടുത്തെ ഹാസ് ഉണ്ട് എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. അതും എന്ത് തന്നെയാണ്? അവിടെ വേർബായിട്ടാണ് യൂസ് ചെയ്യുന്നത്. സാധാരണ നമുക്ക് എങ്ങനെ വരയ്ക്കണം? V1, V2, V3 ഫോമുകൾ എല്ലാ വേർഡ്സിൻ്റെയും ആക്ഷൻ വേർഡ്സിൻ്റെയും
V1 V2 V3 ഫോംസ് പഠിച്ചിരിക്കേണ്ടതാണ്. Next, adjective. An adjective is a word that modifies or describes a noun or a pronoun. An adjective എന്ന് പറയുന്ന വേർഡ് എന്തിനാണ്? That describes a noun or a pronoun or modifies or qualifies a noun. ഒരു നൗണിനെ ക്വാളിറ്റിയെ എടുത്ത് കാണിക്കുന്ന അല്ലെങ്കിൽ അതിനെ മോഡിഫൈ ചെയ്ത് പറയുന്ന അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്ത് പറയുന്ന വേർഡിനെ നമുക്ക് എന്ത് പറയാം? ആഡ്ജക്റ്റീവ് എന്ന് പറയാം. നമുക്ക് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ ക്വാളിറ്റീസ് ഓഫ് എ noun or pronoun. An adjective is used to describe the qualities of a noun or pronoun. നമുക്ക് എക്സാമ്പിൾ, ഓൾഡ് ഹൗസ്. ഹൗസ് എന്നുള്ളത് ഇവിടെ ഒരു നൗണാണ്. എങ്ങനെയുള്ള ഹൗസാണ്? ഓൾഡ്, പഴയതാണ്. ടോൾ ബോയ്, ബോയ് എന്നുള്ളതാണ് അതിൽ എന്തുള്ളത്? നൗണ്. അതെങ്ങനെയുള്ള ബോയാണ്? ടോൾ, നല്ല ഉയരമുള്ള ബോയാണ്. ബ്യൂട്ടിഫുൾ ലേഡി, നല്ല സുന്ദരിയായ സ്ത്രീ. ആ ലേഡി എന്നുള്ളത് നൗണാണ്, ബ്യൂട്ടിഫുൾ എന്നുള്ളത് അതിൻ്റെ ആഡ്ജക്റ്റീവാണ്. ഹാൻസം ഗൈ, ഗൈ ബോയ് ഓർ എനി പേഴ്സൺ. ആൻഡ് ഹാൻസം, സുന്ദരനായ ഒരു ബോയ്, ഒരു പുരുഷൻ എന്ന് പറയാം. അവിടെ ഗൈ അല്ലേ എന്നുള്ളതാണ് നൗണ്, ഹാൻസം എന്നുള്ളതാണ് അവിടുത്തെ ആഡ്ജക്റ്റീവ്. അതുപോലെ തന്നെയാണ് ആഡ്വേർബ്. An adverb is a word that modifies or describes a verb. An adverb is a word that modifies or describes a verb. ഒരു വെർബിനെ മോഡിഫൈ ചെയ്യുകയോ ഡിസ്ക്രൈബ് ചെയ്യുകയോ ചെയ്യുന്നതാണ് ആഡ്വേർബ്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന വേർഡിനെ നമുക്ക് ആഡ്വേർബ് എന്ന് പറയാം. ഷീ സിങ്സ് ലൗഡ്ലി, അവൾ പാടി. അവിടെ പാടി എന്നുള്ളതാണ് വേർബ്. പക്ഷെ എങ്ങനെ പാടി? ലൗഡ്ലി, ഉച്ചത്തിൽ പാടി. അല്ലെങ്കിൽ ഷീ ക്രൈസ് ലൗഡ്ലി, അവൾ കരഞ്ഞു, ഉച്ചത്തിൽ കരഞ്ഞു. ഷീ സിങ്സ് സ്വീറ്റ്ലി, അവൾ മധുരമായി പാടി. ആ സ്വീറ്റ്ലി, ലൗഡ്ലി, ക്വിക്കിലി അല്ലേ. ദ റേസ് ഫിനിഷ്ഡ് ടു ക്വിക്കിലി അല്ലേ. ആ ഓട്ട മത്സരം വളരെ പെട്ടെന്ന് തന്നെ, ക്വിക്കിലി വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. ഐ വിൽ സീരിയസ്ലി കൺസിഡർ യുവർ സജഷൻ, ഞാൻ തീർച്ചയായും നിങ്ങളുടെ സജഷൻ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യാം, പരിഗണിക്കാം. മൈ കാറ്റ് വെയിറ്റ്സ് ഇംപേഷ്യൻ്റ്ലി ഫോർ ഹിസ് ഫുഡ്, എൻ്റെ പൂച്ച ഒരു ക്ഷമയില്ലാതെ കാത്തിരുന്നു. വെയിറ്റ് ചെയ്യുന്നുണ്ട്. വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ വേർബ്. അത് എങ്ങനെയാണ്? ഇംപേഷ്യൻ്റ്ലി, ഒട്ടും ക്ഷമയില്ലാതെയാണ് ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നത്. അതേപോലെ തന്നെ മുകളിൽ എങ്ങനെയാണ്? ഫിനിഷ്ഡ് എന്നുള്ളതായിരുന്നു അവിടെ വേർബ്. ഫിനിഷ്ഡ് ടു ക്വിക്കിലി, ഫിനിഷ്ഡ് ക്വിക്കിലി, ക്വിക്കിലി വേഗത്തിൽ ഫിനിഷ് ചെയ്തു. കൺസിഡർ സീരിയസ്ലി, എങ്ങനെയാണ്? പരിഗണിക്കും. എങ്ങനെ പരിഗണിക്കും? സീരിയസ് ആയിട്ട് പരിഗണിക്കും എന്നുള്ളതാണ്. അപ്പം ആഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നൗണിനെ മോഡിഫൈ ചെയ്ത് പറയാൻ ഉപയോഗിക്കുന്ന വേർഡിനെ ആഡ്ജക്റ്റീവ് എന്നും, ആഡ്വേർബ് എന്ന് പറഞ്ഞാൽ വേർബിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വേർഡിനെയാണ് ആഡ്വേർബ് എന്നും പറയുന്നത്. Then preposition. A preposition is a word that shows the relationship between a noun or a pronoun and other words or noun with other words in a sentence. Preposition എന്ന് പറഞ്ഞാൽ ഒരു വേർഡിന് അല്ലേ, ഒരു വേർഡിന് ഒരു നൗണിന് മറ്റൊരു പ്രോനൗണുമായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു വേർഡുമായിട്ടുള്ള ഒരു സെൻറ്റൻസിലെ മറ്റൊരു വേർഡുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പിനെ കാണിക്കാൻ ഉപയോഗിക്കുന്നതാണ് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. There is no definite rule or formula for choosing a preposition. നമ്മളൊരു പ്രിപ്പോസിഷൻ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് ഡെഫിനറ്റായിട്ടൊരു നിർവചനമോ റൂൾസ് ഒന്നും നമുക്കില്ല. നോക്കാം ഏതൊക്കെയാണ്. എബവ്, ഓൺ, ഇൻ, ബിഫോർ, ആഫ്റ്റർ, ബിഹൈൻഡ്, ബിലോ, ബിറ്റ്വീൻ, ബൈ, ഇൻസൈഡ് എന്നുള്ളതൊക്കെ എന്താണ്? പ്രിപ്പോസിഷൻസ് ആണ്. ഫോർ എക്സാമ്പിൾ, the book is on the table. The book is on the table. ബുക്ക് ടേബിളിന് മുകളിൽ ആകുന്നു. ഓൺ ദ ടേബിൾ, ബുക്ക് എന്താണ്? ഒരു നൗണാണ്. ടേബിളും ഒരു നൗണാണ്. അത് തമ്മിലുള്ള റിലേഷൻ അവിടെ എന്താണ്? ആ ബുക്ക് ഏതിൻ്റെ മുകളിൽ ഇരിക്കുന്നു?
ഓൺ ദ ടേബിൾ, ടേബിളിൻ്റെ മുകളിൽ. ദ കാറ്റ് ഈസ് അണ്ടർ ദ ചെയർ, കാറ്റ് ചെയറിൻ്റെ താഴെയാണ് എന്ന് പറയുമ്പോൾ അണ്ടർ ദ ചെയർ അല്ലേ. അപ്പോൾ ആ ഒരു റിലേഷൻ, കാറ്റും ചെയറും തമ്മിലുള്ള റിലേഷൻ എന്താണ് നിൽക്കുന്നത്? അവർ രണ്ടിൻ്റെ ഒന്ന് ചെയറിൻ്റെ താഴെയാണ് പൂച്ച ഉള്ളത് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? അണ്ടർ ഉപയോഗിക്കുന്നു അല്ലേ. അതുപോലെ ഓൺ ദ ടേബിൾ, മുകളിലാണെന്ന് പറയാൻ. അപ്പോൾ ഇതൊക്കെയാണ് പ്രിപ്പോസിഷൻ. Then conjunction. A conjunction links words, phrases and clauses and sentences. രണ്ട് വേർഡ്സിനെയോ ഫ്രേസസിനെയോ ക്ലോസസിനെയോ അല്ലെങ്കിൽ സെൻറ്റൻസിനെയൊക്കെ ലിങ്ക് ചെയ്യാൻ വേണ്ടി, കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കണക്ട് ചെയ്യുക, കൺജങ്ഷൻ, ഒരു ജംഗ്ഷനായിട്ടാണ് ഉപയോഗിക്കുന്നത് അല്ലേ. രണ്ടിനെ കൂടി കൂട്ടി യോജിപ്പിക്കുക അല്ലേ. എ കൺജങ്ഷൻ ലിങ്ക്സ് വേർഡ്സ്, ഫ്രേസസ്, ക്ലോസസ് ആൻഡ് or sentences. For example, and, yet, but, while, either, because, whereas, etc. I studied well, yet I could not pass the examination. ഞാൻ നന്നായി പഠിച്ചു, yet എന്നിട്ടും I could not pass the examination. എനിക്ക് എന്തിനു കഴിഞ്ഞില്ല? എക്സാമിനേഷൻ പാസ്സാവാൻ കഴിഞ്ഞില്ല എന്നാണ് അവിടെ പറയുന്നത്. Then interjection. An interjection is a word which expresses some sudden feeling or emotion. Interjection, not interjunction. Interjection ആണ്. An interjection is a word which expresses some sudden feelings or ഇമോഷൻസ്. നമ്മുടെ സഡനായിട്ടുള്ള പെട്ടെന്നുള്ള നമ്മുടെ ഫീലിങ്സോ ഇമോഷൻസോ എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഇൻ്റർജങ്ഷൻസ്. എന്നുവെച്ചാൽ നമ്മൾ വോ, ആ, അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടല്ലോ, ആ ഒരു എക്സ്പ്രഷൻസ് ഉണ്ടല്ലോ. ആ, യെസ്, ഐ ആം അണ്ടർസ്റ്റാൻഡ് നൗ, വോ വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ്, അങ്ങനെ ആ, വോ, ആ, ഓ, ഔച്ച് എന്നുള്ളതൊക്കെ എന്താണ്? സഡൻ ഇമോഷൻസിനെ കാണിക്കുന്നതാണ്. അതാണ് ഇൻ്റർജെക്ഷൻ എന്ന് പറയുന്നത്.